ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. ഇന്നലത്തെ ഒരു ഹെൽത്തിയായ ഡേ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ്സിന് ശേഷം ഇന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിലേക്കാണ് മാർക്കറ്റ് നീങ്ങുന്നു എന്നുള്ളതാണ് ഒരു ഗ്ലോബൽ നമുക്കൊരു സിനാരിയോസ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ടോട്ടലി ഉള്ള ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ അവസ്ഥ സംസാരിച്ച ശേഷം നമുക്ക് നിഫ്റ്റി ലെവൽസിലേക്ക് വരാം. അപ്പോൾ സോ ഇന്ന് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കുമ്പോൾ 78 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് ഉണ്ടെങ്കിൽ പോലും യൂറോപ്യൻ മാർക്കറ്റ്സ് ടോട്ടലി നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇന്നലത്തെ ക്ലോസിംഗ് പല മാർക്കറ്റുകളും നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം 179 പോയിൻറ്റ്സിൻ്റെ ഡൗൺ സൈഡാണ്. കാര്യം ഇന്നലത്തെ അവസ്ഥയാണെങ്കിൽ 300 പോയിൻറ്റ്സിൻ്റെ ഡൗൺ സൈഡായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റി ഉണ്ടായിരുന്നത്. ബട്ട് നിലവിലെ അവസ്ഥയിൽ ഗിഫ്റ്റ് നിഫ്റ്റി 170 പോയിൻറ്റ്സിൻ്റെ ഡൗൺ സൈഡിലേക്ക് ഓപ്പൺ ചെയ്യാം. ടോട്ടലി ഏഷ്യൻ മാർക്കറ്റുകളിലും ആ ഒരു നെഗറ്റിവിറ്റി നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ടോട്ടലി മാർക്കറ്റ് പരിശോധിച്ചാൽ അറിയാം. തായ്വാൻ വെയ്റ്റഡ് സ്ട്രേറ്റ് ടൈംസ് നിക്കി 225 ഒക്കെ പരിശോധിക്കുമ്പോഴത്തേക്ക് ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് നിലനിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയിലെ ലെവൽസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ് ഇട്ടേക്കുന്നത്. കണ്ടില്ലേ, നിഫ്റ്റി വളരെ നെസസറിലി വരേണ്ട ഭാഗത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. വീക്ക്ലി ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷർ നേടാൻ സാധ്യതയുള്ള പോസിബിലിറ്റി ഉള്ള മേഖലകളിൽ തന്നെയാണ് മാർക്കറ്റ് സെല്ലിംഗ് പ്രഷർ നേരിട്ടത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഇപ്പം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡിറ്റിയൊക്കെ ഹണ്ട് ചെയ്ത് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു ഡിമാൻഡ് സോൺസിലാണ് നിൽക്കുന്നത്. 24,000 എന്ന് പറയുന്ന വലിയൊരു ഡിമാൻഡ് ഏരിയ ഉണ്ട്. അപ്പോൾ ആ 24,374 എന്ന് പറയുന്ന സോണിൽ മാർക്കറ്റ് ഒന്ന് റീട്രേസ്മെൻറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഡേ ചാർട്ടിലേക്ക് പോകാം. ഡേ ചാർട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് സെഷനിൽ പറഞ്ഞിരുന്നു, മാർക്കറ്റിന് റിവേഴ്സൽ ചെയ്യാനുള്ള ഒരു സോൺസ് ആണ് ഇന്നലത്തെ ഈ സോൺ എന്ന് പറയുന്നത്. ആ റിവേഴ്സൽ സോണിൽ മാർക്കറ്റ് ആക്റ്റീവ്ലി ട്രേഡ് ചെയ്തു എന്നുള്ളത് വളരെ നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്കിവിടെ കാണാം. ആൻഡ് ഇന്നലത്തെ ഡേ ലോ ഉണ്ടല്ലോ, നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്തിടേണ്ട ആവശ്യകതയുണ്ട്. ഇന്നലത്തെ ഡേ ലോ ആൻഡ് ഇന്നലത്തെ ഡേ ഹൈ മാർക്ക് ചെയ്തിടുകയാണ്. സോ മാർക്കറ്റിൽ ഇനി ഒരു ഫ്രഷ് ബയേഴ്സിന് പോസിബിലിറ്റി ഉള്ള സോൺസ് ആണ് ഇന്നലത്തെ ഡേ ലോ. അപ്പം 24,530 എന്നുള്ള ഡേ ലോയിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പം എന്തായാലും ആ ഒരു ഡേ ലോ മാർക്ക് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. മാർക്കറ്റിൻ്റെ നിലവിൽ എന്താണ് ട്രേഡ് ചെയ്യുന്ന സോണിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു സെല്ലിംഗ് പ്രഷർ നേടാൻ പോസിബിലിറ്റി ഉള്ള സോൺ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. സോ ആ ഒരു സോണിൻ്റെ മുകളിൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് നിലവിൽ വന്നാൽ മാർക്കറ്റിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിളി ഒരു അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു അവസ്ഥ നമുക്ക് പറയാം. അപ്പോൾ മനസ്സിലായില്ല, ഇതൊരു മേജർലി ഉള്ള അപ് ട്രെൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രക്ചർ ബ്രേക്ക് മാർക്കറ്റിൽ വേണം. ഓക്കെ, അപ്പോൾ എനിക്കാണെങ്കിൽ 25,350 എന്ന് പറയുന്ന ഈ സോണിന് മുകളിൽ ഒന്ന് ബ്രേക്ക് ചെയ്താൽ എനിക്ക് പറയാൻ കഴിയും ഈ ഒരു സോൺ. ഓക്കെ, ഈ ഒരു സോൺ ആണെങ്കിൽ ഞാൻ ഒന്ന് നോക്കുന്നത് 24,350 to 360 ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മേ ബി ഓക്കെ മാർക്കറ്റിൽ ഒരു നല്ലൊരു സ്ട്രക്ചർ ബ്രേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ആ കൂടുതൽ ഡിമാൻഡ് ബയേഴ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു മാനിപ്പുലേറ്റീവ് മൂവ്മെൻറ്റ്സ് ആവാനാണ് ഞാൻ കാണുന്നത്. 24,889 to 25,320 എന്ന് പറയുന്ന സോൺസിൽ മുന്നേ നല്ലൊരു സെല്ലിംഗ് പ്രഷർ നേടുന്ന സോണാണ്. അതിൻ്റെ ഇവിടുത്തെ ക്യാൻഡിൽസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ സ്റ്റീപ്പ് ആയിട്ടുള്ള സെല്ലിംഗ് നടന്നിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ക്രൂഷ്യലി ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഞാൻ ഈ ഒരു ഏരിയ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ വാച്ച് ചെയ്യത്തുള്ളൂ. ഞാൻ കോൺഫിഡൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ 25,350 to 400 റേഞ്ച് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്താൽ ഓക്കെ സ്ട്രക്ചർ ബ്രേക്ക് വന്നു എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ഒത്തിരി കോൺഫിഡൻ്റ് ആയിട്ട് മാർക്കറ്റിനെ വിലയിരുത്തും. ഓക്കെ, അപ്പം ഒരു ഇൻട്രാഡേ ലെവൽസിൽ നമുക്ക് ഈ ഒരു ലെവൽസും കൂടെ പറയാം. ഇൻട്രാഡേ ലെവൽ കണക്കാക്കുകയാണെങ്കിൽ ഈ 24,730 മാർക്കറ്റ് ഈ ഒരു സോൺസിലേക്ക് ഈ 550 to 600 ലെവൽസിൽ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ആയാലും ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഇൻട്രാഡേ ലെവലിൽ ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. 24,600 എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് മാർക്കറ്റ് അതിജീവിക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സോൺസ് മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽസൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അഗ്രസീവ് ആയിട്ടുള്ള സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസിലേക്കൊക്കെ പോകത്തുള്ളൂ. സോ അതുവരേക്കും വളരെ കെയർഫുൾ ആയിട്ട് വളരെ മൈനർ ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് മൊമെൻറ്റം ക്യാച്ച് ചെയ്യുന്ന ട്രേഡ്സ് ഒക്കെ ആയിരിക്കും ഞാനിവിടെ നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ന്യൂസസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നലെ നമ്മളൊരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് ഫ്രാക്ചർ അനാലിറ്റിക്സിൻ്റെ റിസൾട്ട് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പ്രോഫിറ്റ് ഗ്രോത്ത് ഒന്നും റവന്യൂ ജമ്പും ആ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. DCM ശ്രീറാമിൻ്റെ RRP ഡിഫൻസിൻ്റെ തുളസി എക്സ്ട്രൂഷൻസ് എന്ന കമ്പനി, ക്വാളിറ്റി വോൾസ് ഇങ്ങനത്തെ കമ്പനികളുടെ റിസൾട്ടുകൾ ഓൾറെഡി വരുന്നുണ്ട് ഇന്നത്തെ ദിവസം. സോ ആരെങ്കിലൊക്കെ ആ കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിട്ടിരിക്കുക. ഓക്കെ, പിന്നെ ഡോക്ടർ റെഡ്ഡിയുടെ ആന്ധ്രാപ്രദേശിലെ ശ്രീകാക്കുളം എന്ന് പറയുന്ന പ്ലാന്റിൽ ഒരു USFDA ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഒരു വോളണ്ടറി ആക്ഷൻ ഇൻഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി നടക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ
ന്യൂസ് എന്ന് പറഞ്ഞാൽ സാഗിളിന്റെ ന്യൂസ് അറിയാം. സാഗിൾ ഒരു എഗ്രിമെന്റ് ബ്ലൂ സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ഫോർ എംപ്ലോയി എക്സ്പീരിയൻസ് മാനേജ്മെന്റ് ആൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഇതിന്റെ ആവശ്യത്തിനായിട്ട് സാഗിൾ സേവ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് കൊടുക്കാനായിട്ടാണ് സാഗിൾ പ്രിപ്പയർ ഓഷൻ സർവീസും നമ്മുടെ ബ്ലൂ സ്റ്റാറും തമ്മിലുള്ള ഇത് നടന്നിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് പറഞ്ഞാൽ GRS മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് കല്യാണി സ്റ്റാറ്റിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. അവർ അഡ്വാൻസ്ഡ് നേവൽ സിസ്റ്റം, അൺമാൻഡ് പ്ലാറ്റ്ഫോംസും പിന്നെ മാരിടൈം കാപ്പബിലിറ്റീസ് ഫോർ ഡൊമസ്റ്റിക് ഗ്ലോബൽ മാർക്കറ്റ്സിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് GRS ആയിട്ട് ഒരു ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വലിയ ന്യൂസസ് ഒന്നും ഇല്ല. പ്രത്യേകിച്ച് നമുക്കിപ്പം കെയർഫുൾ ആയിട്ടിരിക്കുന്ന ന്യൂസ് പറഞ്ഞാൽ SBI കാർഡ്സിന് ന്യൂസ് ഉണ്ട്. ഇന്ന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി 2.25 rupees per share. ഓക്കെ, അപ്പോൾ SBI കാർഡ്സ് ആൻഡ് പേയ്മെന്റ്സിന്റെ കാര്യം എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക, ഡിവിഡൻഡ് പ്രഖ്യാപനം. ഓക്കെ, പിന്നെ BMW ഇൻഡസ്ട്രീസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട് ഫോർ സപ്ലൈ ഓഫ് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറഞ്ഞ ഇതിൽ ന്യൂസ് ഉണ്ട്. പിന്നെ DCI സിസ്റ്റത്തിന് 68 കോടിയുടെ ഒരു ഓർഡർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാൽമർ കമ്പനിയുടെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4.25 പൈസയാണ് ഡിവിഡൻഡ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടിരിക്കുന്നത് പെർ ഷെയറിന്. സോ അത്യാവശ്യം നല്ലൊരു ഡിവിഡൻഡ് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിക്കൊണ്ട് നിന്ന ഇന്നത്തെ ദിവസം ഞാൻ എന്തായാലും സ്റ്റോക്സ് ആക്റ്റീവ്ലി വാച്ച് ചെയ്യും, മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന്. അപ്പം എൻ്റെ BMW ഇൻഡസ്ട്രീസ് ഞാൻ വാച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷറിന് ശേഷം മാർക്കറ്റ് റീട്രേസ് ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവുമോ എന്നുള്ള വാച്ച് ഞാൻ മന്ത്ലി എടുത്ത് നോക്കാൻ നേരത്ത് മോസ്റ്റ്ലി BMW ഇൻഡസ്ട്രീസിന്റെ ഹൈ എന്ന് പറയുന്ന 87 rupees പോയിട്ട് അവിടെ നിന്നും റീട്രേസ് ചെയ്ത് വന്നേക്കാണ്. ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് മാർക്കറ്റ് പതുക്കെ റീച്ച് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. BMW ഇൻഡസ്ട്രീസ് 37 rupees ആണ്, 33 rupees ആണ് നിലവിൽ. മാർക്കറ്റിനെ ഈ ഒരു ഡിമാൻഡ് ഏരിയ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആക്ഷൻ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ ഒരു പെനി സ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഞാൻ വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാതിരുന്നത്. സോ എന്തായാലും ഇതിൻ്റെ ഒരു റിയാക്ഷൻ വാച്ച് ചെയ്യുന്നുണ്ട് BMW ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പം കൂടുതൽ സ്റ്റോക്സ് ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കുന്ന മട്ടിൽ ഞാൻ വരുന്നതായിരിക്കും. സോ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇപ്പം മോസ്റ്റ് 95+ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം. പുതിയ ചാനലാണ്, ലിങ്ക് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം വരുന്ന ആഴ്ചകളിൽ നമുക്ക് ചാനൽ വളരെ നല്ല രീതിയിൽ ലൈവായിട്ട് എടുക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഒന്ന് ഡൗൺ ട്രെൻഡിലായതുകൊണ്ട് ഗ്രൂപ്പ് ആക്റ്റീവായി ഞാൻ കണ്ടൻസ് ഒക്കെ ഇടുന്നുണ്ട്. എന്നാലും കൂടുതൽ കണ്ടൻസ് നമ്മൾ ചാനൽ വഴി എന്താ പറയുക, മാർക്കറ്റ് ഒന്ന് ആക്റ്റീവായി വരുമ്പോഴത്തേക്കും കൂടുതൽ കാര്യങ്ങൾ ഇടുന്നതായിരിക്കും. നിങ്ങൾക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ആക്റ്റീവ് ആവുന്ന മുറയ്ക്ക് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നല്ല കണ്ടൻസുമായിട്ട് വരും. അപ്പോൾ ഓക്കെ, താങ്ക് യു.